നമ്മുടെ തീന്മേശകളിൽ രുചിയുടെ രാജാവായി വാഴുന്ന ഉപ്പ് യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന്റെ അന്തകനായി മാറുന്ന കാഴ്ചയാണ് പുതിയ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഭൂരിഭാഗം ഇന്ത്യക്കാരും തങ്ങൾ കഴിക്കുന്ന ഉപ്പിന്റെ അളവിനെക്കുറിച്ചോ അത് എങ്ങനെയാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്കിലേക്ക് നയിക്കുന്നതെന്നോ ബോധവാന്മാരല്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രായപൂർത്തിയായ ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള ഉപ്പിന്റെ അളവ് വെറും 5 ഗ്രാമിൽ താഴെയാണ്, അതായത് ഏകദേശം 1 ടീസ്പൂൺ. എന്നാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ പ്രകാരം ഒരു ശരാശരി ഇന്ത്യക്കാരൻ ദിവസേന 11 ഗ്രാമിലധികം ഉപ്പ് അകത്താക്കുന്നുണ്ട്. ഇത് അനുവദനീയമായ അളവിന്റെ 2 ഇരട്ടിയാണ്. ഉപ്പിന്റെ അമിത ഉപയോഗം ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഇത് രക്തക്കുഴലുകളിൽ സമ്മർദ്ദം ചെലുത്തി ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിമർദ്ദത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമാണ് പക്ഷാഘാതത്തിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. നമ്മൾ കഴിക്കുന്ന അച്ചാറുകൾ, പപ്പടം, സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവയിലൂടെയാണ് അറിയാതെയുള്ള ഈ ഉപ്പ് ഉപയോഗം നടക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യത്തിൽ ഉപ്പിലിട്ടതും വറുത്തതുമായ വിഭവങ്ങളോടുള്ള പ്രിയം ഈ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. വൃക്കകൾക്ക് അമിതഭാരം നൽകുന്ന ഈ ശീലം ക്രമേണ ഹൃദയാഘാതത്തിലേക്കും പക്ഷാഘാതത്തിലേക്കും നയിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി മാത്രം ലക്ഷക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഉപ്പിന്റെ കാര്യത്തിൽ കുറച്ചാൽ അത്രയും നല്ലത് എന്ന തത്വം പാലിക്കാൻ ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.